അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പോകാൻ പോകുന്നത് ദുബായ് ഫ്രെയിമിലാണ്. ദുബായ് ഫ്രെയിമിൽ പോകുമ്പോൾ നമ്മളൊരു പരീക്ഷണം കൂടെ നടത്തുകയാണ്. സാധാരണ നമ്മുടെ സുനിൽ ബ്രോ വന്ന് നമ്മളെ കൊണ്ടുപോകും. ഇന്ന് സുനിൽ ബ്രോയ്ക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്, വന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ മെട്രോയിൽ പോകും, ദേറ മെട്രോ. നേരെ ചൊവ്വേ കൊച്ചി മെട്രോയിൽ പോലും ഞാൻ കയറിയിട്ടില്ല, കാര്യം ഇപ്പോഴും കാറിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഈ ദേറയിൽ പോയിട്ട് അവിടെ നിന്ന് മെട്രോയിൽ അടുത്തൊന്ന് പോയി നോക്കാം. നേരെ ദുബായ് ഫ്രെയിമിൽ ഇപ്പം പറഞ്ഞനുസരിച്ച് നോക്കണമെങ്കിൽ എമിറേറ്റ്സ് ടവർ അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നോക്കാം എന്തായാലും. നേരെ ദുബായ് മെട്രോ, ദേറ മെട്രോ, അവിടുന്ന് പിന്നെ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അവിടുന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു, കണക്റ്റിംഗ് ബ്രിഡ്ജ്. നോക്കട്ടെ, ഒന്ന് പരീക്ഷണമാണ്. പറ്റിയില്ലെങ്കിൽ എവിടെയാണോ അവിടുന്ന് ടാക്സി എടുക്കും. അപ്പോൾ നോക്കാം. ഇറങ്ങാൻ പോകുന്നു. ഞാനുകൊണ്ട് സന്ദീപ് പോകുന്നു. ഓക്കെ സന്ദീപ്, റെഡിയല്ലേ? മെട്രോ യാത്ര നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചു. അത് നമുക്ക് പറ്റിയ പണിയല്ല, നീ മനസ്സിലായി. അപ്പോൾ നമ്മളിന്ന് വന്നെങ്കിൽ നമ്മുടെ ക്ലബിലുള്ള ജോൺ സാറിൻ്റെ ഓഫീസ്, നമ്മുടെ രാജേഷ് പ്രഭു വന്നു, എല്ലാവരും ഉണ്ട്. നമ്മൾ നേരത്തെ താമസിച്ച ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു, പുതിയ ഹോട്ടലിലോട്ട് വന്നു. നമുക്ക് ഇതിനിടയിലൊന്നും സംസാരം വളരെ കുറവായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടല്ലോ, സംഭവിച്ചതാണ്. നമ്മൾ രാവിലെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. നേരെ നമ്മുടെ രാജേഷ് ബ്രോ വന്നു, സുനിൽ ബ്രോ വന്നു. നേരെ നമ്മൾ ജോൺ സാറിനെ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ജോൺ സാറ്, നമ്മുടെ സീനിയർ മെമ്പറാണ്, അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി. എന്നിട്ട് ആ പുള്ളിയുമായിട്ട് ചേർന്ന്, അപ്പോൾ ഇതിനിടയിൽ സുനിലിന് ചെറിയൊരു ആവശ്യം വന്നിട്ട് പുള്ളി ഓഫീസിൽ പോയി. അപ്പം ഞാനും നമ്മുടെ രാജേഷ് ബ്രോയും ജോൺ സാറുമായിട്ട് സന്ദീപുമായിട്ട് നമ്മൾ പോയി ഫുഡ് കഴിച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അവിടെ പോയിട്ട് ഫിഷൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോയി ഒരു കൊഞ്ച്, ടൈഗർ പ്രോൺസ്, അതും പിന്നെ എന്തും ഹമൂർ, സ്കിഡ്, ഇതെല്ലാം വാങ്ങിച്ചു. എല്ലാം കൂടെ കഴിച്ചു. ഫിഷാണ് കഴിച്ചത്. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഈ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴത്തേക്കും സുനിൽ ബ്രോ വരും. അപ്പോൾ എന്തായാലും കാഴ്ചകൾ കണ്ടു കാണും, സംസാരമില്ലായിരുന്നു. ആ കാഴ്ചകൾക്ക് ശേഷമുള്ള ഒരു വിവർത്തനമായിട്ട് ഇതങ്ങ് പരിഹരിക്കുക. നമുക്ക് അടുത്ത കാഴ്ചകളും ഇനിയും കിടപ്പുണ്ട്. കാര്യം ഇനി 2-3 ദിവസം കൂടെ നമ്മളിവിടെ ഉണ്ട്. ഇനി ഒരു ഡെസർട്ട് സഫാരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് പോകുന്തോറും ആ കാഴ്ചകളെ കാണിക്കാം. ഇപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ യാത്ര ദുബായ് മാളിലോട്ടാണ്. ദുബായ് മാളിൽ പോയിട്ട്
ബുർജിൽ കയറാൻ പറ്റുമെന്ന് നോക്കണം. ദുബായ് മാളിലോട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് രാജേഷ് ബ്രോ താഴെ വരും. ഇനി ഒന്ന് ഫുഡും കഴിച്ചുകൊണ്ട് നേരെ ദുബായ് മാളിലോട്ട്. പിന്നെ അതിൻ്റെ കാഴ്ചകളാണ്. വീണ്ടും പതിപോലെ തന്നെ സംസാരം കുറവായിരിക്കും, കാഴ്ചകളായിരിക്കും. രാജേഷ് ബ്രോ വന്നു. അപ്പോൾ ഞങ്ങളിതാ കയറാൻ പോണ്. ഫോർഡ് റാപ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നു. കഴിഞ്ഞ അങ്ങനെ നമ്മൾ ദുബായ് മാളിനകത്ത് കയറി. മാളിനകത്തെ കാഴ്ചകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ദുബായ് മാളിലൊന്നും വന്നില്ല. ഇത് ദുബായ് മാളിലെ കാഴ്ചകളാണ്. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ദുബായ് മാളിൽ വന്നിട്ട് ഇതിൻ്റെ ഈ ഫൗണ്ടൈൻ്റെ സൈഡിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മണി ഇപ്പോൾ 5:30 മണിയായി. ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞ് ഫൗണ്ടൈൻ സ്റ്റാർട്ട് ചെയ്യും. അതും കൂടെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതും കണ്ടുകൊണ്ട് നേരെ മാളും കറങ്ങി നേരെ വീട്ടിൽ പോകാനാണ് പരിപാടി. അപ്പോൾ ഇന്നൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെൽമെറ്റിൽ വയ്ക്കുന്ന ഇൻ്റർകോം ഉണ്ട്, അതായത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, സെന എന്ന് പറയും. അത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോങ് റൈഡ്സൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാ റൈഡേഴ്സും തമ്മിൽ കണക്റ്റായിരിക്കും. നമ്മൾ റൂട്ട് പറയാനും ഇപ്പോൾ ഒരാൾ തെറ്റിപ്പോയി, അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി റൈഡുകളിൽ അത് മസ്റ്റാക്കണം. കാരണം അത് വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഈ കാറ്റിനകത്തൊക്കെ ചെല്ലുമ്പോൾ റേഞ്ച് കിട്ടത്തില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഇതാണ്. നമ്മൾ നേരെ അതിനെ അത് വെച്ചിട്ട് കണക്ട് ചെയ്യും. അടുത്ത റൈഡർ എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ നല്ല സാധനമാണ് ഈ ബ്ലൂടൂത്ത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയി അത് വാങ്ങാൻ പോകുന്നത്. എനിക്കുണ്ട്, ഇത് പോകുന്നത് അഭിലാഷിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇത് വാങ്ങണം. അവിടുത്തെ കാഴ്ച കണ്ടോ, കാണാമോ? പൊളിയല്ലേ കാഴ്ചകൾ. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചോണം രാവിലെയാണ്. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഇപ്പോൾ 5:30 മണിയായി. അപ്പോൾ ഇന്നാണ് 14-ാം തീയതി തിരിച്ചു പോവുകയാണെന്ന്. ഇന്ന് രാത്രി 9:30 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 5:30 മണിക്ക് എന്തിനു എണീറ്റെന്ന് കേട്ട് കഴിഞ്ഞാൽ ദുബായിൽ വന്നിട്ട് എല്ലാവരും നടത്തുന്ന ഒരു ചടങ്ങുണ്ട്, ഡെസേർട്ട് സഫാരി. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഡെസേർട്ട് സഫാരി പോയി. അത് ഓരോ പ്രാവശ്യം ഓരോരുത്തർക്ക് വേണ്ടി പോയതാണ്. പോയപ്പോഴെല്ലാം എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ആ തിരക്കിനിടയിൽ ചെന്ന് നമ്മൾ മടുത്തു പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു തീരുമാനം എടുത്തു. ഡെസേർട്ടിൽ പോകണം. അതെങ്ങനെ, നമ്മൾ സുഹൃത്തുക്കൾ മാത്രമായിട്ട് പോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഡെസേർട്ട് കാണുക എന്നുള്ളതാണല്ലോ. ഒരു സഫാരി. നമ്മുടെ രാജേഷ് ബ്രോയുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു മുമ്പ്, ഷാനു എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഈ ഡെസേർട്ടിലൊക്കെ വണ്ടി ഓടിച്ചൊക്കെ നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ പുള്ളി ഇന്നിപ്പോൾ ഇന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ്. പുള്ളി രാവിലെ 6:30 മണിയാകുമ്പോൾ ഒരു സ്ഥലത്ത് വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്നെയും സന്ദീപിനായിട്ട് രാജേഷ് ബ്രോ വന്ന് പിക്ക് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇന്ന് ഡെസേർട്ടോട്ടൊക്കെ പോയിട്ട് ഒരു 10-10:30 കൂടി തിരിച്ച് റൂമിൽ വരും. വന്നിട്ട് പിന്നെ ഒരു ഫ്രഷായി 12-12:30 1 മണിയോടുകൂടി
ചെക്കൗട്ട് ചെയ്യുന്നു, ബാഗും എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ സുനിൽ ബ്രോയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് 1-2 സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നേരെ എയർപോർട്ടിൽ പോകും. എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് ട്രിവാൻഡ്രത്ത് പോകും. ട്രിവാൻഡ്രത്ത് പോയിട്ട് വീട്ടിൽ പോകും. ഇതാണ് ഐഡിയ. ഇന്നത്തെ പ്ലാൻ ഇതാണ്. ഓക്കെ. ചില സിനിമകളിലൊക്കെ രാജസ്ഥാനൊക്കെ കാണിക്കുമ്പോൾ ഇതുപോലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാറുണ്ട്. ചില സ്ഥലങ്ങൾ നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ കണ്ട സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണുന്ന ഒരു ഫീല് അല്ലേ. ഇന്ന് രാത്രിയാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. ആലോചിച്ച് വേണം, രാവിലെ മരുഭൂമിയിൽ നിൽക്കുന്നു, രാത്രി വീട്ടിലെ നമ്മുടെ ആ ഒരു യാത്ര, ഫ്ലൈറ്റുകൾ എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. ഇത്രയും ഒരു ഭൂഖണ്ഡം കഴിഞ്ഞിട്ട് ഏഷ്യൻ വിട്ട് അറേബ്യൻ ഭൂഖണ്ഡത്തിലോട്ട് നമ്മൾ എത്തുന്നത് അതൊരു 4 മണിക്കൂർ ഗ്യാപ്പിൽ. അപ്പോൾ ഇതാണ് ഷാനു ബ്രോ. നമ്മളെ പുള്ളിയാണ് നമ്മുടെ ഇന്ന് മരുഭൂമിയിലൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പോകുന്നത് അല്ലേ. സ്ഥിരമായിട്ട് പോകാറുണ്ടോ ഇങ്ങനെ? അത് ശരി ആണല്ലേ. ഓക്കെ. മരുഭൂമി കേട്ടിട്ടേ ഉള്ളൂ. അതാണിപ്പം കണ്ടത്. ഇതാണ് പുള്ളിയുടെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പാത്ത് ഫൈൻഡർ. പൊളിയല്ലേ വണ്ടി? ഭയങ്കരമായിരുന്നു അല്ലേ? സന്ധി കഴിഞ്ഞിട്ടോ? അങ്ങനെ മരുഭൂമിയിലെത്തി. ഈ സന്ദീപ് നല്ല എക്സൈറ്റ്മെന്റിലാണ്. ആദ്യമായിട്ട് മരുഭൂമി വന്നതിൻ്റെ ആ ഒരു കുന്തളി പുള്ളിക്കൊണ്ട്. പുറകിൽ കണ്ടാവും ഫുൾ മണലാരണ്യം. ഇപ്പം നമ്മൾ കുറച്ച് കയറിയതേ ഉള്ളൂ. റോഡൊക്കെ അവിടെ പോകുന്നുണ്ട്. അവിടെ റോഡ് കണ്ടോ? അത് ഒമാനിലോട്ട് പോകുന്ന റോഡാണിത്. ദുബായിൽ നിന്ന് ഒമാനിലോട്ട് പോകുന്ന റോഡ്. നമുക്ക് എപ്പോഴും എല്ലാ നഗരങ്ങളുടെയും ബാക്കിയൊരു എന്താ പറയുക, ഒരു മറുവശം എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതാണ് ഇവിടെ കാണുന്നത്. ഇത് അങ്ങറ്റം കാണുന്നത് അതൊക്കെ ഏതോ റിസോർട്ടൊക്കെ എന്തോ ആണ്. അവിടെ വന്ന് ഒരുപാട് പേര് താമസിക്കുന്നതൊക്കെ കാണും. ഡെസർട്ടിൻ്റെ സഫാരി കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് എല്ലാവരും ഈ ബെല്ലി ഡാൻസും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് അത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായിയുടെ ഒരു മറുവശം എന്ന് പറയുന്നതാണ് ഈ ഡെസർട്ടുകൾ. ദുബായിൽ നിന്നല്ല, ഗൾഫ് കൺട്രീസിൻ്റെ എല്ലാം. പിന്നെ ഏറ്റവും കൂടുതൽ സൗദിയിലൊക്കെയാണ് ഡെസർട്ട് കൂടുതൽ. ദുബായിൽ അങ്ങനെ ഇല്ല എന്ന് വേണം പറയാൻ. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ ഡയറക്ടറും കൊറിയോഗ്രാഫർ, ആക്ഷൻ എല്ലാം ഫുള്ളും ഷാനു ബ്രോ. പൊളിച്ച് ബ്രോ, സൂപ്പർ. അപ്പോൾ പുള്ളി 7-8 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഓടിച്ച് പുള്ളി ആ ഒരു അനുഭവ സമ്പത്താണ് നമുക്ക് വേണ്ടി പങ്കുവച്ചത്. അപ്പം എല്ലാം കൊള്ളാം, അടിപൊളിയായിരുന്നു ഷാനു ബ്രോ. അപ്പോൾ നമ്മൾ ഡെസർട്ട് സഫാരി എല്ലാം കഴിഞ്ഞത് റൂമിലെത്തി, ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഐഡിയ എന്ന് പറയുന്നത് പാക്ക് ചെയ്യുക, സ്ഥലം വിടുക. 2 മണി വരെ ഞാനൊന്ന് ഇവിടെ ഒരിടത്തൊരു എക്സ്റ്റൻഷൻ ചോദിച്ചു തന്നു.
അതായത് ഇനി വേറെ ഒന്നും ഷൂട്ട് ചെയ്യാനില്ല. ഇനി സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വീട്ടിലെത്തുന്ന കാഴ്ച മാത്രമേ ഉള്ളൂ. അത് കാണിക്കുന്നില്ല. കാര്യം അത് കാണുമ്പോൾ എനിക്കും ഒരു വിഷമം തോന്നുന്നു. അടുത്തൊരു യാത്ര വീണ്ടും പിന്നെ നമുക്ക് എന്താണ് പോകാനായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. എന്നും പറഞ്ഞ് പോകാതിരിക്കില്ല പോകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും അതിനുമുമ്പ് ഒരു കാര്യം, ഈ വീഡിയോയിലൊരു പ്രത്യേകത നിങ്ങൾ നോക്കണം. കാര്യം ഞാൻ ഈ ഡേ ബൈ ഡേ ആയിട്ട് ഇപ്പം രാത്രി ഉറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ ഫുഡുകൾ കഴിക്കുന്നു, ഈ റൊട്ടീനായിട്ടുള്ള ഒരു പോക്കുണ്ടല്ലോ വീഡിയോ എടുക്കുന്നത്, ആ പരിപാടി ഇല്ല. ഇതെല്ലാം തുടങ്ങുന്നു, എൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഈ കാഴ്ചകൾ മാത്രം കാണിച്ച് പോകും. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ തന്നെ ചെയ്യും. കാര്യം സാധാരണ എല്ലാ ബ്ലോഗേഴ്സും ചെയ്യുന്നത് രാവിലെ അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നു, അവസാനിക്കുന്നു, അടുത്ത ദിവസം ആരംഭിക്കുന്നു, അവസാനിക്കുന്നു. ഇത് അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല. നമുക്ക് നിങ്ങൾക്ക് കാണേണ്ട ദുബായ് കാഴ്ചകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നേരെ ഇനിയിപ്പം 2 മണിക്ക് ഇറങ്ങും. നേരെ പിന്നെ സുനിൽ ബ്രോയുടെ ഫ്ലാറ്റിൽ പോയിട്ട് ഒരു 5-6 മണിയോടുകൂടി നേരെ എയർപോർട്ടിൽ. ഇനി വേറെ ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീത്ത വിളി ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഞാൻ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അത് നിങ്ങൾക്കറിയാലോ, ഞാനൊരു വലിയ വ്ളോഗറും ഒന്നുമല്ല. എനിക്കൊരു നേരം പോക്ക് പോലെ അങ്ങ് ചെയ്യുന്നു, നിങ്ങളെ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വലിയ വരുമാനം ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. കയ്യിൽ നിന്നുള്ള ചിലവുകൾ മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ ഓരോ യാത്ര ചെയ്യുമ്പോഴും അറിയാമല്ലോ, എക്സ്പെൻസൊക്കെ നല്ല വലിയ എക്സ്പെൻസുകളാവും. പിന്നെ അതൊന്നും വലുതായിട്ട് നമ്മൾ കണക്കൂട്ടാറില്ല. കാര്യം ജീവിതത്തിൽ ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ നമ്മുടെ മെൻ്റൽ ഡിപ്രഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറിക്കിട്ടും. നിങ്ങളും യാത്രകൾ പോകും, നിങ്ങളുടെ സാമ്പത്തികം പോലെയും സമയം പോലെയും യാത്രകൾ പോകും. എല്ലാവർക്കും നല്ലൊരു റിലീഫായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ യാത്രയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ദുബായിൽ നിന്നും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു.